ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ത്യൻ എക്കോണമി 1950 1990 ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്റർ. അതിൽ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ് അഗ്രികൾച്ചർ സെക്ടർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടർ, സ്വാതന്ത്ര്യത്തിന് ശേഷം വ്യാവസായിക മേഖലയിൽ വന്ന മാറ്റങ്ങളാണ് പഠിക്കാനുള്ളത്. ഇൻഡസ്ട്രിയൽ സെക്ടർ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. എന്തൊക്കെയാണ് വ്യവസായ മേഖലയുടെ മാറ്റങ്ങൾ? വ്യവസായ മേഖലയുടെ പ്രാധാന്യം എന്താണ്? ഇമ്പോർട്ടൻസ്. ഒരു രാജ്യത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്നത് വ്യവസായ മേഖലയാണ്. അതാണ് വ്യവസായ മേഖലയുടെ പ്രാധാന്യം തന്നെ. ഇതുപോലെയുള്ള വ്യവസായ മേഖല ബ്രിട്ടീഷ് ഭരണ സമയത്ത് തകർന്നു പോയിരുന്നു എന്ന് നമ്മൾ പഠിച്ചതാണ്. എന്നാൽ ചില വ്യവസായങ്ങൾക്ക് ആ സമയത്ത് വളർന്നു വന്നിരുന്നു. ജൂട്ട് ഇൻഡസ്ട്രി, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. നമുക്ക് ജംഷഡ്പൂരിലും അതുപോലെ തന്നെ കൊൽക്കട്ടയിലൊക്കെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മൾ ഇന്ത്യയിൽ പൊതുമേഖല ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സ്വകാര്യ മേഖല ഉണ്ടായിരുന്നു. വ്യവസായ മേഖല നമുക്ക് പൊതുമേഖലയിലുണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ മേഖലയിലുണ്ട്. എന്നാൽ പൊതുമേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. വ്യവസായവൽക്കരണത്തിൽ പൊതുമേഖലയ്ക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് കാരണം വൻ മുടക്കുമുതൽ ആവശ്യമുള്ള തുടക്കത്തിൽ ഏറ്റവും മുടക്കുമുതൽ ആവശ്യമുള്ള ഇതൊക്കെ വേണമെങ്കിൽ പൊതുമേഖല തന്നെ വേണ്ടിയിരുന്നു. അതുപോലെ തന്നെ ടു എസ്റ്റാബ്ലിഷ് എ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി, സോഷ്യലിസ്റ്റ് മാതൃകയിൽ ഒരു സമൂഹം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കണമെങ്കിലും വ്യവസായ മേഖലയിൽ ഗവൺമെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നു. അതിനാണ് ഗവൺമെന്റ് കമാൻഡിങ് ഹൈറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിനാണ്. അപ്പം അങ്ങനെ ഇന്ത്യയിൽ വ്യവസായ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി 1956 ഒരു വ്യവസായ നയപ്രഖ്യാപനം നടത്തി. വ്യവസായ നയപ്രമേയം 1956 വ്യവസായ നയപ്രമേയം IPR 1956 എന്നാണ് അറിയപ്പെടുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻ കാലഘട്ടത്തിലാണ്, രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. സെക്കൻഡ് 5 ഇയർ പ്ലാൻസ് പ്രധാനമായിട്ടും ടു എസ്റ്റാബ്ലിഷ് എ സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി. ഇന്ത്യയിൽ ഒരു സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് രൂപത്തിലുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ സെക്കൻഡ് 5 ഇയർ പ്ലാൻസിന് ശേഷമാണ് IPR 1956 നിലവിൽ വരുന്നത്, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദ്യം വരാറുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് IPR 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ? ഇതിൽ ഈ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ പ്രകാരം വ്യവസായങ്ങളെ 3 തരംതിരിച്ചു. 3 കാറ്റഗറീസ്. 1 ഗവൺമെന്റ് മേഖലയിലുള്ള വ്യവസായങ്ങൾ, 2 ഗവൺമെന്റും സ്വകാര്യ മേഖലയും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ, ഈ 3ാമത്തത് സ്വകാര്യ മേഖലയിൽ മാത്രമുള്ള വ്യവസായം. ഇങ്ങനെ വ്യവസായങ്ങളെ 3 മേഖലയായി തരംതിരിച്ചു. ഇതാണ് IPR 1956 ഒരു പ്രത്യേകത. വേറൊന്ന് ലൈസൻസിങ് കൊണ്ടുവന്നതാണ്. വ്യവസായങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ ലൈസൻസ്, പുതിയ ബ്രാഞ്ച്, ഒരു വ്യവസായത്തിന് പുതിയ ബ്രാഞ്ചുകളൊക്കെ തുടങ്ങണമെങ്കിൽ ലൈസൻസ് എടുക്കണം. ലൈസൻസിങ് സമ്പ്രദായം കൊണ്ടുവന്നതാണ് മറ്റൊരു പ്രത്യേകത. വേറൊന്ന് ചെറുകിട വ്യവസായങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി 1955 ഒരു കമ്മിറ്റി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെറുകിട വ്യവസായങ്ങൾ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി തന്നെ നിയോഗിക്കപ്പെട്ടു. അതിൻ്റെ പേരാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്, വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി. ഈ കമ്മിറ്റി പ്രധാനമായിട്ടും ഈ ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങൾക്കുള്ള പങ്കൊക്കെ കൂടുതൽ ഉയർത്തിക്കാട്ടിയിരുന്നു. ചെറുകിട വ്യവസായങ്ങളുടെ പങ്ക് ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായത്തിന് വളരെയധികം പങ്ക് വഹിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രാധാന്യം. ചെറുകിട വ്യവസായം എന്ന് പറയുന്നത് അന്നത്തെ 1950 കണക്ക് പറയുന്ന പ്രകാരം 5 ലക്ഷം മുടക്കുമുതൽ, അതിന് മേലുള്ളതൊക്കെ നമ്മൾ 5 ലക്ഷം വരെ അത് ചെറുകിട വ്യവസായങ്ങളായിട്ടാണ് പറയുന്നത്. ഇപ്പോൾ 1 കോടിയൊക്കെയാണ് അത് പറയുന്നത്. 1 കോടി മുടക്കുമുതലുള്ള വ്യവസായം നിങ്ങളുടെ വ്യവസായം ചെറുകിട വ്യവസായത്തിൽ ഉൾപ്പെടുത്തി പറയാം. ഈ ചെറുകിട വ്യവസായങ്ങൾ ഇന്ത്യയിൽ പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണ്?
ചെറുകിട വ്യവസായങ്ങൾ ഗ്രാമവികസനത്തിന് വളരെയധികം പങ്കുവഹിക്കാൻ പറ്റുന്നതാണ് ഒന്ന്. വേറൊന്ന്, ചെറുകിട വ്യവസായങ്ങൾക്ക് കുറച്ച് മുടക്കുമുതൽ മതി, ലെസ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, ചെറുകിട വ്യവസായങ്ങൾ ലേബർ ഇൻറ്റൻസീവ് ആണ്. കൂടുതൽ പേർക്ക് തൊഴിൽ നൽകുന്നതാണ് ചെറുകിട വ്യവസായം എന്നാണ്. ഇപ്പം ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി ഉണ്ട്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നോളജി ഉണ്ട്. മൂലധനം, യന്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ടെക്നോളജി ഉണ്ട്, ലേബറിനെ ഉപയോഗിക്കുന്ന ടെക്നോളജി ഉണ്ട്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങളൊക്കെ ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളരെയധികം പ്രാധാന്യമുള്ളതാണ്. വേറൊന്ന്, ഗ്രാമവികസനത്തിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ചെറുകിട വ്യവസായങ്ങൾ ഗ്രാമവികസനത്തെ സഹായിക്കുന്നു. അതാണ് ചെറുകിട വ്യവസായങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു പ്രത്യേകത. വേറൊന്ന്, എക്കോ ഫ്രണ്ട്ലി. ചെറുകിട വ്യവസായങ്ങൾ അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എല്ലാം എക്കോ ഫ്രണ്ട്ലി ആണ്. പൊതുവെ പരിസ്ഥിതി മലിനീകരണം കുറവാണ് എന്നുള്ളൊരു ഗുണമേന്മയും ചെറുകിട വ്യവസായങ്ങൾക്കുണ്ട്. വേറൊന്ന്, കൃഷിയിൽ നിന്നുള്ള അസംസ്കൃത വസ്തുക്കളാണ് പ്രധാനമായിട്ടും റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ചെറുകിട വ്യവസായം. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇമ്പോർട്ടൻസ് ഗിവൺ ടു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന് ശേഷം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് IPR 1956 ആണ്. വ്യവസായ മേഖലയെ മാറ്റത്തെ കാണിക്കുന്നത് IPR 1956. ഓക്കെ, താങ്ക് യു. സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള വ്യവസായ മേഖലയെ പറ്റിയാണ് പറയുന്നത്. ഇവിടെ ഇൻഡസ്ട്രി 1950 to 1990. അതിലാദ്യം റോൾ ഓഫ് പബ്ലിക് സെക്ടർ ഇൻ ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ ഇന്ത്യ. പൊതുമേഖലയുടെ പ്രാധാന്യം എന്നാണ്. വ്യവസായ മേഖല പൊതുമേഖലയും സ്വകാര്യ മേഖലയുണ്ട്. അതിൽ പൊതുമേഖലയുടെ പ്രാധാന്യം. അതിലൊന്ന്, ഇന്ത്യ അഡോപ്റ്റഡ് ദി സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് സൊസൈറ്റി, ഫോർ ദിസ് public sector plays a leading role. Second one, at the time of independence, the private sector did not have adequate resources for massive investment. പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ കാരണം സ്വകാര്യ മേഖലയ്ക്ക് വൻ മുടക്കാനുള്ള ഫണ്ടില്ലായിരുന്നു എന്നുള്ളതാണ്. തേർഡ് വൺ, സിൻസ് ദ കൺട്രി വാസ് പുവർ, the market was not big enough for big industry investment. വലിയ നിക്ഷേപ പ്രവർത്തനങ്ങൾക്ക് ഉള്ള ഒരു മാർക്കറ്റ് ഇന്ത്യയിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വകാര്യ മേഖല അത്ര പ്രാധാന്യം ഇതിൽ കൊടുക്കില്ല. അപ്പം പൊതുമേഖല തന്നെ പ്രാധാന്യം കൊടുക്കണം. ഇനി അടുത്തത് എക്സാമിന് വരുന്നൊരു ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1956. 1956 വ്യവസായ നയ പ്രമേയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ? IPR 1956 ക്ലാസിഫൈഡ് ഇൻഡസ്ട്രീസ് ഇൻറ്റു 3. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രീസ് എക്സ്ക്ലൂസീവ്ലി ഓൺഡ് ബൈ the state. Industries exclusively owned by the state. Second one, industries in which the private sector can coexist with the public sector. സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന വ്യവസായം. Then third one, remaining industries were completely left to the private sector, was kept under state control through a system of licensing. Licensing was used for promoting industries in backward region, promoting regional equality. Next one, ചോദ്യ രൂപത്തിൽ explain the importance of small scale industries in India. ഇന്ത്യയിൽ ചെറുകിട വ്യവസായങ്ങളുടെ പ്രാധാന്യം. In 1950, a small scale industry commission was one which invested maximum of rupees 5 lakh. Now 1 crore. Importance of small scale industries below.
First one, small scale industries requires less capital. Second one, there are labor intensive, so they create more job opportunities. Third one, they use local resources as raw materials, so no need of imports. Then fourth one, they helps rural development. Fifth one, they are eco-friendly and do not harm the environment. Sixth one, they use agricultural products as raw materials. So thereby helping agricultural development.